ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ്. സംസ്ഥാന രൂപീകരണ സമയത്ത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്ത താലൂക്കുകളാണ് കാസർഗോഡും ഹോസ്ദുർഗും. സംസ്ഥാന രൂപീകരണ സമയത്ത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്ത താലൂക്കുകളാണ് കാസർഗോഡും ഹോസ്ദുർഗും. സംസ്ഥാന രൂപീകരണ സമയത്ത് തമിഴ്നാടിനു വിട്ടു നൽകി ഇപ്പോൾ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ പ്രദേശങ്ങളാണ് തോവള, അഗസ്തീശ്വരം, വിളവൻകോട്, കൽക്കുളം. തോവള, അഗസ്തീശ്വരം, വിളവൻകോട്, കൽക്കുളം. സംസ്ഥാന രൂപീകരണ സമയത്ത് തമിഴ്നാടിനു വിട്ടു നൽകി ഇപ്പോൾ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ പ്രദേശങ്ങളാണ് തോവള, അഗസ്തീശ്വരം, വിളവൻകോട്, കൽക്കുളം. അപ്പോൾ സംസ്ഥാന രൂപീകരണ സമയത്ത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്ത താലൂക്കുകൾ കാസർഗോഡ്, ഹോസ്ദുർഗ്. സംസ്ഥാന രൂപീകരണ സമയത്ത് തമിഴ്നാടിനു വിട്ടു നൽകി ഇപ്പോൾ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ പ്രദേശങ്ങളാണ് തോവള, അഗസ്തീശ്വരം, വിളവൻകോട്, കൽക്കുളം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1961. ഫിനാൻഷ്യൽ എക്സ്പ്രസ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1961. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ദീപിക. 1887 കോട്ടയം മന്നാനത്ത് നിന്നാണ് ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1887 കോട്ടയം മന്നാനത്ത് നിന്നാണ് ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ദീപിക ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച വർഷം 1997. ദീപിക ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച വർഷം 1997. 1878 മദ്രാസിൽ നിന്നും ആരംഭിച്ച പത്രം ദി ഹിന്ദു. 1878 മദ്രാസിൽ നിന്നും ആരംഭിച്ച പത്രം ദി ഹിന്ദു. അപ്പോൾ ഫിനാൻഷ്യൽ എക്സ്പ്രസ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1961. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ദീപിക. 1887 കോട്ടയം മന്നാനത്ത് നിന്നാണ് ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ദീപിക ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച വർഷം 1997. 1878 മദ്രാസിൽ നിന്നും ആരംഭിച്ച പത്രം ദ ഹിന്ദു. ജി സുബ്രഹ്മണ്യ അയ്യർ, വീരരാഘവാചാര്യ തുടങ്ങിയവരാണ് ദ ഹിന്ദു പത്രം ആരംഭിക്കാൻ മുൻകൈയെടുത്തത്. ജി സുബ്രഹ്മണ്യ അയ്യർ, വീരരാഘവാചാര്യ തുടങ്ങിയവരാണ് ദ ഹിന്ദു പത്രം ആരംഭിക്കാൻ മുൻകൈയെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. അപ്പോൾ അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൺ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ഇന്ത്യയുടെ വിസ്തീർണാടിസ്ഥാനത്തിൽ 3-ാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ 3-ാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് ജമ്മു കാശ്മീരിൽ. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് ജമ്മു കാശ്മീരിൽ. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയറിൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്.
അപ്പോൾ ഇന്ത്യയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ 3-ാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് ജമ്മു കാശ്മീർ. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയറിൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ആൻഡമാൻ ദ്വീപിനോട് ഏറ്റവും അടുത്തുള്ള രാജ്യം മ്യാൻമർ. ആൻഡമാൻ ദ്വീപിനോട് ഏറ്റവും അടുത്തുള്ള രാജ്യം മ്യാൻമർ. നിക്കോബാറിനോട് ഏറ്റവും അടുത്തുള്ള രാജ്യം ഇന്തോനേഷ്യ. നിക്കോബാറിനോട് ഏറ്റവും അടുത്തുള്ള രാജ്യം ഇന്തോനേഷ്യ. അപ്പോൾ ആൻഡമാൻ ദ്വീപിനോട് ഏറ്റവും അടുത്തുള്ള രാജ്യം മ്യാൻമർ. നിക്കോബാറിനോട് ഏറ്റവും അടുത്തുള്ള രാജ്യം ഇന്തോനേഷ്യ. ആൻഡമാൻ ദ്വീപിനെ നിക്കോബാർ ദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. ആൻഡമാൻ ദ്വീപിനെ നിക്കോബാർ ദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. ലിറ്റിൽ ആൻഡമാനെ സൗത്ത് ആൻഡമാനിൽ നിന്നും വേർതിരിക്കുന്നത് ഡങ്കൻ പാസേജ്. ലിറ്റിൽ ആൻഡമാനെ സൗത്ത് ആൻഡമാനിൽ നിന്നും വേർതിരിക്കുന്നത് ഡങ്കൻ പാസേജ്. ആൻഡമാൻ ദ്വീപിനെ മ്യാൻമറിൽ നിന്നും വേർതിരിക്കുന്നത് കൊക്കോ ചാനൽ. ആൻഡമാൻ ദ്വീപിനെ മ്യാൻമറിൽ നിന്നും വേർതിരിക്കുന്നത് കൊക്കോ ചാനൽ. അപ്പോൾ ആൻഡമാൻ ദ്വീപിനെ നിക്കോബാർ ദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. ലിറ്റിൽ ആൻഡമാനെ സൗത്ത് ആൻഡമാനിൽ നിന്നും വേർതിരിക്കുന്നത് ഡങ്കൻ പാസേജ്. ആൻഡമാൻ ദ്വീപിനെ മ്യാൻമറിൽ നിന്നും വേർതിരിക്കുന്നത് കൊക്കോ ചാനൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം 2006. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയത് 2005 സെപ്റ്റംബർ 13. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയത് 2005 സെപ്റ്റംബർ 13. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. അപ്പോൾ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയത് 2005 സെപ്റ്റംബർ 13. 2005 സെപ്റ്റംബർ 13. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. അടുത്ത ക്വസ്റ്റ്യൻ, ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് പേഷ്വ. അഷ്ടപ്രധാനിലെ മന്ത്രിമാർ: പ്രധാനമന്ത്രി പേഷ്വ, വിദേശകാര്യം സുമന്ത്, ധനകാര്യം അമാത്യൻ, രാജകീയ കത്തിടപാടുകൾ സജീവൻ, മതകാര്യം ദാനധർമ്മം പണ്ഡിതറാവു. അപ്പോൾ പ്രധാനമന്ത്രി പേഷ്വ, വിദേശകാര്യം സുമന്ത്, ധനകാര്യം അമാത്യൻ, രാജകീയ കത്തിടപാടുകൾ സജീവൻ, മതകാര്യം ദാനധർമ്മം പണ്ഡിതറാവു.